നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫിഗർ ഷോൺ ആൻഡ് ഡിറ്റർമൈൻ ദി ഇൻപുട്ട് ടോർക്ക് ടി ഓൺ ദ ലിങ്ക് എ ബി ഫോർ ദി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഓഫ് ദി മെക്കാനിസം ഫോർ ദി ഗിവൺ കോൺഫിഗറേഷൻ. ഓക്കെ, സോ ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതൊരു 4 ബാർ മെക്കാനിസമാണ്. ലിങ്ക് 1 ഫിക്സഡ് ആണ്, ലിങ്ക് 2, ലിങ്ക് 3, ലിങ്ക് 4, 4 ലിങ്ക് ഉണ്ട്. ഈ ലിങ്ക് 1 ഫിക്സഡ് ആണ്. ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇവിടെ കാണാമല്ലോ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് 18 ന്യൂട്ടൺ, 150 ഡിഗ്രി ആംഗിളിൽ എഫ് എന്ന് പറയുന്ന 18 ന്യൂട്ടൺ ഫോഴ്സ് ഇ എന്ന് പറയുന്ന പോയിൻറ്റിൽ 4 എന്ന് പറയുന്ന ലിങ്കിൽ ഇ എന്ന് പറയുന്ന പോയിൻറ്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോഴ്സ് കാരണം ഈ ഒരു 4 ബാർ മെക്കാനിസത്തിൻ്റെ ഇക്വിലിബ്രിയത്തിന് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. സോ ഇൻ ഓർഡർ ടു ബ്രിങ് ദിസ് 4 ബാർ മെക്കാനിസം ടു എ ഇക്വിലിബ്രിയം ഓർ ടു എ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം പൊസിഷൻ, ഈ ഒരു ലിങ്ക് 2ൽ എത്ര ടോർക്ക് അപ്ലൈ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനൊരു ഫിഗർ ആയിരിക്കും ക്വസ്റ്റ്യന് തരുന്നത്. അതിനെ നിങ്ങൾ കോൺഫിഗറേഷൻ ഡയഗ്രമായിട്ട് വരയ്ക്കുക. കോൺഫിഗറേഷൻ ഡയഗ്രം മീൻസ് ഇതേപോലെ സ്കെയിൽ ചെയ്ത്, ഇവിടെ ഞാൻ ഒരു സ്കെയിൽ എടുത്തിരിക്കുന്നത് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1000 mm, ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ എ ഡി എന്ന് പറയുന്ന ലെങ്ത് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 100 mm എന്ന് പറഞ്ഞെടുത്തു. സോ എ ഡി എന്ന് പറയുന്ന ഫിക്സഡ് ലിങ്കിൻ്റെ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തു. സോ അതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, എ ഡി എന്ന് പറയുന്ന 2 പോയിൻറ്റ്. ദെൻ അത് കഴിഞ്ഞിട്ട് അറ്റ് 120 ഡിഗ്രി, ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് 120, ഈ ഫിക്സഡ് ലിങ്ക് ആയ 1ൽ നിന്ന് 120 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസിലെടുത്ത് ലിങ്ക് 2 വരയ്ക്കുക. അതിൻ്റെ ലെങ്ത് എ ബി എന്ന് പറയുന്ന ലിങ്കിൻ്റെ ലെങ്ത് 400 mm ആണ്. അത് 4 സെൻറ്റിമീറ്റർ സ്കെയിലെടുത്ത് വരയ്ക്കുക. സോ അതാണ് ഇവിടെ വരയ്ക്കുന്നത്. സോ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് സോ 120 ഡിഗ്രി എടുക്കുക. 120 ഡിഗ്രി എടുത്ത് മാർക്ക് ചെയ്യുക. 120 ഡിഗ്രിയാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ എ ബി ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. സോ 4 സെൻറ്റിമീറ്റർ. ഓക്കെ, 4 സെൻറ്റിമീറ്റർ ആണല്ലോ, 4 സെൻറ്റിമീറ്റർ. ദെൻ ബി സി 1000 mm, ഡി സി 750 mm. സോ ബിയിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ എടുത്ത് കോമ്പസ് യൂസ് ചെയ്ത് ബിയിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ എടുത്ത് ആർക്ക് കട്ട് ചെയ്യുക. ഡിയിൽ നിന്ന് ഒരു 7.5 സെൻറ്റിമീറ്റർ എടുത്തൊരു ആർക്ക് കട്ട് ചെയ്യുക. ആ 2 ആർക്കും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് സി. സോ ഈ ഒരു പോയിൻ്റ് നമുക്ക് ബി എന്ന് മാർക്ക് ചെയ്യാം. ബി എന്ന് മാർക്ക് ചെയ്തു. ദെൻ 10 സെൻറ്റിമീറ്റർ എടുക്കുക. എടുക്കുക. ബി, ബിയിൽ പോയിൻ്റ് മാർക്ക് ചെയ്യുക. ബിയിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ എടുത്ത് ആർക്ക് കട്ട് ചെയ്യുക. ദെൻ ബിയിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ എടുത്ത് ആർക്ക് കട്ട് ചെയ്തു. അതേപോലെ ഡിയിൽ നിന്ന് 7.5 സെൻറ്റിമീറ്റർ എടുത്ത് ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, ആർക്ക് കട്ട് ചെയ്തു. സോ ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് സി. സോ ദെൻ ബി സി ജോയിൻ ചെയ്യുക. ബി സി ജോയിൻ ചെയ്തു. ദെൻ സി ഡി, ജോയിൻ ചെയ്തു. സോ ഓരോ ലിങ്ക് കിട്ടി. ലിങ്ക് 1, ലിങ്ക് 2, ലിങ്ക് 3,
ലിങ്ക് 4. ഇനി ലിങ്ക് 4-നകത്തൊരു പോയിൻ്റ് മാർക്ക് ചെയ്യണം. സോ ലിങ്ക് 4-നകത്തൊരു പോയിൻ്റ് ഇ എന്ന് പറയുന്ന പോയിൻ്റ് മാർക്ക് ചെയ്യുക. ആ ഡിസ്റ്റൻസ് ഡിയിൽ നിന്ന് ഇയിലേക്കുള്ള ഡിസ്റ്റൻസ് 3.5 സെൻറ്റിമീറ്റർ. നമ്മൾ സ്കെയിൽ ചെയ്ത വാല്യൂ ആണ് ഞാൻ പറയുന്നത്. സോ 3.5 എടുത്ത് മാർക്ക് ചെയ്യുക. ഓക്കെ, 3.5. സോ ഈ പോയിൻ്റാണ് ഇ. ഇവിടെ ഇനിയും വരയ്ക്കാനുള്ള എഫ് എന്ന് പറയുന്ന ഫോഴ്സ് അറ്റ് 150 ഡിഗ്രിയാണ്. സോ അതിനുവേണ്ടി നമുക്ക് ഇയിൽ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഈ വെച്ചുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഒരു ആംഗിൾ, ആ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയാണ്. ഇയിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ആംഗിൾ എത്താണ്? 150 ഡിഗ്രി. സോ ഇവിടെ നിന്ന് 150 ഡിഗ്രി എടുക്കാം. ഡിഗ്രി എടുത്ത് മാർക്ക് ചെയ്യുമ്പം ഇവിടെ വരും 150 ഡിഗ്രി. ഓക്കെ, സോ ഇപ്പം എഫ് എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കിട്ടി. മാഗ്നിറ്റ്യൂഡ് ഇപ്പം വരയ്ക്കേണ്ട, ജസ്റ്റ് ഒരു ലൈൻ വരച്ച് റെപ്രസെൻ്റ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? 150 ഡിഗ്രി. അത് 150 ഡിഗ്രി ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇവിടുന്ന് വരച്ചത്. ഇവിടുന്ന് 150 എടുത്താലും മതി. ഇതാണ് എക്സ്റ്റേണലായിട്ട് ഈ ഒരു ലിങ്കിൽ വരുന്ന ഫോഴ്സ് എഫ്. ഇത് 150 ഡിഗ്രി തന്നെയാണ്. മെഷർ ചെയ്ത് നോക്കാം. ഡിഗ്രിയാണ്, മെഷർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടി. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 80 ന്യൂട്ടൺ. ഇതാണ് കോൺഫിഗറേഷൻ ഡയഗ്രാം. ഈ ഒരു ഫിഗർ അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രാം എന്ന് പറഞ്ഞാൽ സ്കെയിൽ എടുത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. കാരണം ഈ ഒരു ഫിഗറിനെ ബേസ് ചെയ്താണ് ബാക്കി ഇനി ഓരോ ലിങ്ക് എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് അനാലിസിസ് ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു കോൺഫിഗറേഷൻ ഡയഗ്രാം സ്കെയിലിൽ തന്നെ വരയ്ക്കുക. ഓക്കെ, ഇനി ഓരോ ലിങ്കിലും വരുന്ന ഫോഴ്സസ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ ലിങ്ക് 1 എന്ന് പറഞ്ഞ ഫിക്സഡ് ആണ്. സോ അതിലുള്ള ഫോഴ്സസ് കൺസിഡർ ചെയ്യേണ്ട. ലിങ്ക് 2ൽ വരുന്ന ഇത് ലിങ്ക് 2, ഇത് ലിങ്ക് 3, ഇത് ലിങ്ക് 4 എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ലിങ്ക് 2ൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ടോർക്ക് വരുന്നുണ്ട്. ആ ഇൻപുട്ട് ടോർക്ക് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 2 എന്ന് പറയുന്ന ലിങ്കിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന ലിങ്ക് 3 ആയിട്ട് കണക്റ്റഡ് ആണ്. സോ F32 ആണ് ഒരു ഫോഴ്സ്. 2 എന്ന് പറയുന്ന ലിങ്കിൽ വരുന്ന ഒരു ഫോഴ്സാണ് F32. അതേപോലെ തന്നെ ലിങ്ക് 2ൽ വരുന്ന അടുത്ത ഫോഴ്സ് F12. പിന്നെ ഒരു ടോർക്കും കൂടെ വരും. സോ 2 ഫോഴ്സും ഒരു ടോർക്കും ഉണ്ട് ലിങ്ക് 2ൽ. ലിങ്ക് 3ലാണെങ്കിൽ 2 എന്ന് പറയുന്ന ലിങ്ക് 3 എന്ന് പറയുന്ന ലിങ്കിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് F23 ഉള്ളൂ. F23 ഉണ്ട്. 3 എന്ന് പറയുന്ന ലിങ്ക് 4ആയിട്ട് കണക്റ്റഡ് ആണ്. സോ 4 എന്ന് പറയുന്ന ലിങ്ക് 3ൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് അത് F43. ആ രണ്ട് ഫോഴ്സേ വരുന്നുള്ളൂ ലിങ്ക് 3ൽ. ലിങ്ക് 4ലാകുമ്പോൾ F34 ഉണ്ട്. 1 എന്ന് പറയുന്ന ലിങ്ക് 4ൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് F14 ഉണ്ട്. അതേപോലെ തന്നെ എക്സ്റ്റേണലായിട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 3 ഫോഴ്സ് വരുന്നുണ്ട്. അന്നേരം ഈ ഒരു 3 ലിങ്ക് കൺസിഡർ ചെയ്തപ്പോൾ ഏറ്റവും കുറവ് ഫോഴ്സ് വരുന്ന ലിങ്കാണ് ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത്. അല്ലെങ്കിൽ ഏറ്റവും കുറവ് ഫോഴ്സ് വരുന്ന ലിങ്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രമാണ് ആദ്യം വരയ്ക്കേണ്ടത്. സോ ഈ ലിങ്ക് 3 എന്ന് പറയുന്ന ലിങ്ക് എടുത്ത് വരയ്ക്കുക. ഈ ലിങ്ക് താഴോട്ട് തന്നെ വരയ്ക്കാം. ഓക്കെ, ഈ 3 എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിന് പാരലായിട്ട് വെക്കുക. സെറ്റ് സ്ക്വയർ ഈ ഒരു ലിങ്കിന് പാരലായിട്ട് വെക്കുക. സ്കെയിൽ ഇതേപോലെ പ്ലേസ് ചെയ്യുന്നിട്ട് സ്കെയിൽ മൂവ് ചെയ്യൽ. സ്കെയിൽ
ഫിക്സഡ് ആക്കി വെക്കുക. സെറ്റ് സ്ക്വയർ മാത്രം മൂവ് ചെയ്യുക. സെറ്റ് സ്ക്വയർ മുകളിലോട്ടാണോ താഴോട്ടാണോ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന പേപ്പറിൻ്റെ കൺവീനിയൻസ് പോലെ നിങ്ങൾക്കുള്ള സ്പേസ് യൂസ് ചെയ്ത് വരയ്ക്കുക. സോ ഈ ഒരു സ്കെയിൽ ഫിക്സ് ചെയ്തിട്ട് സെറ്റ് സ്ക്വയർ മൂവ് ചെയ്ത് ഈ ഒരു ലിങ്ക് 3 റീപ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പാരലായിട്ട് ആ ലിങ്ക് 3 തന്നെ അതേ സ്കെയിലിൽ തന്നെ വരയ്ക്കുക. ഓക്കെ, ഇതേപോലെ മൂവ് ചെയ്തിട്ട് പാരലൽ ലൈൻ വരയ്ക്കുക. ഇതേപോലെ മൂവ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, സോ 3 എന്ന് പറയുന്ന ലിങ്ക് സെറ്റ് സ്ക്വയറും സ്കെയിൽ യൂസ് ചെയ്ത് പാരലായിട്ട് വരയ്ക്കുക. 10 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, 10 സെൻറ്റിമീറ്റർ ആണ്. സോ ഈ 3 എന്ന് പറയുന്ന ലിങ്ക് വരുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? F23യും F43യും. സോ അതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഡോമിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഓരോ കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻ ഫോർ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഫോർ എ 2 ഫോഴ്സ് മെമ്പർ. 2 ഫോഴ്സ് വരുന്ന കേസിൽ 2 ഫോഴ്സ് വരുന്ന ലിങ്കിൽ അതിൻ്റെ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിന് വേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് 2 ഫോഴ്സിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയിരിക്കണം. അതേപോലെ തന്നെ ഫോഴ്സസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, സോ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതെന്ന് പറയുന്നത് F23 ആണ്. 2 എന്ന് പറയുന്ന ലിങ്ക് 3ൽ എക്സേർട്ട് ചെയ്യുന്ന F23. അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് F43. ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയിരുന്നു. രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രാം. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് FBD ഷോർട്ട് ഫോമായിട്ട് എഴുതിയിരിക്കുക. FBD ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിങ്ക് 3. ഓക്കെ, അതാണ് ഈ വരച്ചത്. ഓക്കെ, സോ 2 ഫോഴ്സിൻ്റെ 2 അൺനോൺ ഫോഴ്സിൻ്റെ F23യും F43യുടെയും ലൈൻ ഓഫ് ആക്ഷൻ കിട്ടി. ഓക്കെ, ഇനിയും അടുത്ത ഈ 3 എന്ന് പറയുന്ന ലിങ്ക് കൺസിഡർ ചെയ്തു. അതേപോലെ തന്നെ സിമിലർലി നെക്സ്റ്റ് ലിങ്ക് 4. ആ ലിങ്ക് 4ൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. സോ ഈ ലിങ്ക് 4 ഇവിടെ കിട്ടിയ ലിങ്ക് 4 ഈ ലിങ്ക് 4 എങ്ങനെ വരയ്ക്കും? പാരലായിട്ട് വരയ്ക്കുന്ന ലിങ്ക് 4ന് പാരലായിട്ട് സെറ്റ് സ്ക്വയർ പ്ലേസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ തന്നെ സ്കെയിൽ ഫിക്സ് ആക്കി വെക്കുക. സെറ്റ് സ്ക്വയർ മൂവ് ചെയ്ത് ഈ 4 എന്ന് പറയുന്ന ലിങ്കിന് പാരലായിട്ട് വരയ്ക്കുക. ഓക്കെ, പാരലായിട്ട് നിങ്ങളുടെ ബുക്കിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെങ്കിൽ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ സ്പേസ് അനുസരിച്ച് ബുക്കിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് അനുസരിച്ച് ലിങ്ക് റീപ്രൊഡ്യൂസ് ചെയ്ത് വരയ്ക്കുക. ലിങ്ക് 4. ഓക്കെ, അതിൻ്റെ ലെങ്തും കറക്റ്റ് ആയിരിക്കണം. 7.5 സെൻറ്റിമീറ്റർ. ഓക്കെ, ലിങ്ക് 4 വരച്ചു. ലിങ്ക് 4ൻ്റെ ലെങ്ത് 7.5 സെൻറ്റിമീറ്റർ. സോ ലിങ്ക് 4ൽ തന്നെ ഓരോ പോയിൻ്റ്, ഇത് C, ഇത് D, ഇതിൽ തന്നെ DE എന്ന് പറയുന്നത് 3.5 സെൻറ്റിമീറ്റർ. സോ അത് മാർക്ക് ചെയ്യുക. ഇത് മാർക്ക് ചെയ്ത് പോയിൻ്റ് E. ഇനി വരയ്ക്കുകയാണെങ്കിൽ ഈ ലിങ്ക് 4ൽ വരുന്ന ഫോഴ്സസ് മൂന്ന് ഫോഴ്സസ് വരുന്നുണ്ട്. ആദ്യം പറഞ്ഞ പോലെ തന്നെ F34, F14 ആൻഡ് F. എക്സ്റ്റേണൽ അപ്ലൈ ദ ഫോഴ്സ് F. സോ F34ൻ്റെ ഡയറക്ഷൻ നമുക്ക് ഓൾറെഡി ഇവിടെ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിങ്ക് 3 വരച്ചു. ലിങ്ക് 3 വരച്ചപ്പോൾ F43യുടെ ഡയറക്ഷൻ കിട്ടി. F43യുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും F34. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. സോ അത് വരയ്ക്കാനായിട്ട് ഇത് കണ്ടോ, ഈ ലിങ്ക് C എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ലിങ്ക് 3 വരച്ചു. പിന്നെ ലൈൻ ഓഫ് ആക്ഷൻ ആണ് കിട്ടിയത്. അത് മാർക്ക് ചെയ്യാം.
ഓക്കെ, ഈ ഒരു ലൈൻ ഇതായിരിക്കും എൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. ഇപ്പം ലൈൻ ഓഫ് ആക്ഷൻ അറിയും. സോ ലൈൻ ഓഫ് ആക്ഷൻ മാത്രമേ അറിയാവുന്നത് കൊണ്ടാണ് ഡോട്ടഡ് ലൈനായിട്ട് വരച്ചത്. സോ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F34 ആണ് ഈ വരച്ചത്. ദെൻ എക്സ്റ്റേണലി അപ്ലൈ ചെയ്ത ഫോഴ്സ് F. കോൺഫിഗറേഷൻ ഡയഗ്രത്തിൽ വരച്ചിട്ടുണ്ട്, അതേ സെയിം ഡയറക്ഷനിൽ തന്നെ വരയ്ക്കുക. കണ്ടോ, F എന്ന് പറയുന്ന ഏത് ലിങ്കാണോ നിങ്ങൾക്ക് വരയ്ക്കേണ്ടത് അതിന് പാരലായിട്ട് സെറ്റ് സ്ക്വയർ വെക്കുക, ലൈക്ക് ദിസ്. ദെൻ സ്കെയിൽ ഫിക്സ് ആക്കി വെക്കുക, എന്നിട്ട് മൂവ് ചെയ്യുക. ഓക്കെ, ലൈൻ ഓഫ് ആക്ഷൻ കിട്ടി. ലൈൻ ഓഫ് ആക്ഷൻ മാത്രമേ നമ്മൾ വരച്ചുള്ളൂ. സോ അതുകൊണ്ടാണ് ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നത്. ഇതെന്താണ്? എക്സ്റ്റേണൽ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ F. ഇനി ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ലിങ്ക് 3 ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച പോലെ തന്നെ ഇതും ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിങ്ക് 4. സോ ഒരു 3 ഫോഴ്സ് മെമ്പറിൻ്റെ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിന് വേണ്ട കണ്ടീഷൻ 3 പോയിൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? 3 ഫോഴ്സിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ മസ്റ്റ് മീറ്റ് അറ്റ് എ പോയിൻറ്റ്. ഓക്കെ, സോ ഈ ഒരു 2 ഫോഴ്സ് എക്സ്റ്റേണലി അപ്ലൈ ചെയ്ത ഫോഴ്സും F34ൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് ചെയ്ത പോയിൻ്റാണ് ഈ പോയിൻ്റ്. ഓക്കെ, ഇവിടെ നിന്ന് അല്ലെങ്കിൽ F14 എന്ന് പറയുന്ന ഫോഴ്സും അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇവിടെ തന്നെ ഈ 2 ഫോഴ്സ് മീറ്റ് ചെയ്ത ഈ 2 ഫോഴ്സിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് ചെയ്ത് അതേ പോയിന്റിൽ തന്നെ F14ൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ മീറ്റ് ചെയ്യണം. സോ F14ൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും, F14. ഓക്കെ, 3 ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ കിട്ടി. ഒരു ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും അറിയാം. ഇതിനെ ബേസ് ചെയ്ത് ഫോഴ്സ് പോളിഗൺ വരയ്ക്കണം. അതാണ് അടുത്ത ചെയ്യേണ്ടത്. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിങ്ക് 4 നമ്മൾ വരച്ചു. സോ വൺസ് ആ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് വി ഹാവ് ടു ഡ്രോ ദി ഫോഴ്സ് പോളിഗൺ ഓഫ് ലിങ്ക് 4. ഓക്കെ, സോ ഒരു ഫോഴ്സ് പോളിഗൺ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കണം, അതാണ് കണ്ടീഷൻ. സോ നേരത്തെ കോൺഫിഗറേഷൻ ഡയഗ്രത്തിൽ നമ്മൾ സ്കെയിൽ എടുത്താണ് വേരിയസ് ലിങ്കിൻ്റെ ലെങ്ത് വരച്ചത്. ഇവിടെ ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 80 ന്യൂട്ടൺ ആണ്. സോ അതിനൊരു സ്കെയിൽ എടുക്കുക, സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്കെയിൽ എടുക്കുക. ഇവിടെ ഞാൻ എടുത്ത് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 20 ന്യൂട്ടൺ. ഓക്കെ, 1 സെൻറ്റിമീറ്ററെ ഓർ 20 ന്യൂട്ടനെ 1 സെൻറ്റിമീറ്റർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. സോ 80 ന്യൂട്ടനെ 4 സെൻറ്റിമീറ്റർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ലൈൻ ഓഫ് ആക്ഷൻ ഇവിടെ വരച്ചിരിക്കുന്നത് അതേ ലൈൻ ഓഫ് ആക്ഷൻ തന്നെയാണ്. സോ ആ ലൈൻ ഓഫ് ആക്ഷന് പാരലായിട്ട് സെറ്റ് സ്ക്വയർ പ്ലേസ് ചെയ്യുക. ദെൻ ഇതേപോലെ മൂവ് ചെയ്ത് എന്ത് വരയ്ക്കും? ലിങ്ക് 4ൻ്റെ ലെങ്ത് ജസ്റ്റ് ഞാനൊരു ലൈൻ വരച്ചെന്നേ ഉള്ളൂ. ആ ലൈൻ വരച്ചു. നമുക്കത് ഈ സ്കെയിൽ യൂസ് ചെയ്ത് അതായത് 4 സെൻറ്റിമീറ്റർ ആയിട്ട് വരയ്ക്കുക, 4 സെൻറ്റിമീറ്റർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഇതാണ് 80 ന്യൂട്ടൺ റെപ്രസെൻറ്റ് ചെയ്ത എക്സ്റ്റേണൽ ഫോഴ്സ് F. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഇതാണ്.
എഫ് എഫ് ഈസ് ഈക്വൽ ടു 80 ന്യൂട്ടൺ. ദെൻ അടുത്ത് വരുന്ന ഫോഴ്സ്, നെക്സ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് F34 ആണ്. അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ നേരത്തെ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചപ്പോൾ വരച്ചു. ഇവിടെ ഉണ്ട്, അത് സെറ്റ് സ്ക്വയർ ഇതേപോലെ ആ ഒരു ലൈൻ ഓഫ് ആക്ഷന് പാരലായിട്ട് പ്ലേസ് ചെയ്യുക. സെയിം പ്രൊസീജിയർ തന്നെ അത് ഫോളോ ചെയ്യുക. അത് റീപ്രൊഡ്യൂസ് ചെയ്യുക ഇവിടെ. ഓക്കെ, കാണാമല്ലോ. സോ ഇതാണ് F34ൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ, സോ എപ്പോഴും ഒരു ഫോഴ്സ്, ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ ആ ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇത് ഹെഡ് പോർഷൻ, ഇത് ടെയിൽ പോർഷൻ. ഈ ഹെഡ് പോർഷൻ അവസാനിക്കുന്നിടത്ത് വേണം അടുത്ത ഫോഴ്സ് വെക്ടറിൻ്റെ ടെയിൽ പോർഷൻ തുടങ്ങാൻ. സോ ഇവിടെ നിന്ന് വരയ്ക്കുക. അത് ഈ ഒരു F14 കൂടെ കംപ്ലീറ്റ് ആയതിനു ശേഷം F14ൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ നമ്മളിവിടെ വരച്ചു. F14 ഇത് തന്നെ പാരലായിട്ട് വരയ്ക്കുക. F14 സെറ്റ് സ്ക്വയർ പ്ലേസ് ചെയ്യുക. പാരൽ ലൈൻ സെറ്റ് സ്ക്വയർ മൂവ് ചെയ്തു പാരൽ ലൈൻ വരയ്ക്കുക. അതെവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഈ എഫ് എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ടെയിൽ പോർഷൻ അവിടെ നിന്ന് വേണം തുടങ്ങാൻ. ഓക്കെ, ഇത് പാരൽ വരച്ചു. ഈ F14 പാരൽ തന്നെയാണ് ഇവിടെ ഞാൻ ഈ വരച്ചത്. ഓക്കെ, ഇത് പാരലാണ്, പക്ഷേ പോയിൻ്റ് ഇവിടെ നിന്ന് വേണം തുടങ്ങാൻ. ഓക്കെ, ജസ്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ മതി. പാരൽ വരയ്ക്കാൻ. ഇതേപോലെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇത് റബ്ബ് ചെയ്ത് കളഞ്ഞേക്കാം. സോ ഇത് ഈ മൂന്ന് ഫോഴ്സസും ഒരു ക്ലോസ്ഡ് പോളിഗണായി. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? F34. This one F14. ഓക്കെ, ഇപ്പോൾ ക്ലോസ്ഡ് ആയല്ലോ, ഈ ഫോഴ്സ് പോളിഗൺ ക്ലോസ്ഡ് ആയി. ഓക്കെ, ഇനി ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യുക. ഇവിടെ F34 എത്ര കിട്ടിയെന്ന് മെഷർ ചെയ്യുക. F34 എന്ന് പറയുന്നത് എത്ര കിട്ടും? .4 കിട്ടും. F34 എന്ന് പറയുന്നത് 2.4 സെൻറ്റിമീറ്റർ ആണ് ഇൻറ്റു സോ F34 ഇവിടുന്ന് മെഷർ ചെയ്യുക. F34 എന്ന് പറയുന്നത് മെഷർ ചെയ്ത് നോക്കുമ്പോൾ 2.4 സെൻറ്റിമീറ്റർ കിട്ടും. സോ 1 സെൻറ്റിമീറ്റർ 20 ന്യൂട്ടനായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. സോ 2.4 എന്ന് പറയുന്നത് 2.4 × 20. സോ F34 എന്ന് പറയുന്നത് 48 ന്യൂട്ടൺ എന്ന് കിട്ടും. മെഷർ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ F14 മെഷർ ചെയ്യുമ്പോൾ നമുക്ക് 3.9 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 3.9 × 20 ചെയ്യണം. ഓക്കെ, അതാണ് സ്കെയിൽ. സോ 3.9 × 20
78 ന്യൂട്ടൺ കിട്ടും. F14. F34 48 ആണെങ്കിൽ F34 48 ആണെങ്കിൽ എന്താണ് വരുന്നത്? F43 -48 വരും. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, അതുകൊണ്ട് -48. ഓക്കെ, F43 -48 ആണെങ്കിൽ ഇത് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിങ്ക് 3 ആണ്. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിങ്ക് 3. സോ F43 -48 ആണെങ്കിൽ F23 48 ന്യൂട്ടൺ ആണ്. ഓക്കെ, ദെൻ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ് ഫൈനൽ ലിങ്ക് 2 എന്ന് പറയുന്ന ലിങ്ക് 2 കൺസിഡർ ചെയ്യുക. അവിടുത്തെ ഇൻപുട്ട് ടോർക്ക്, എത്ര ഇൻപുട്ട് ടോർക്ക് കൊടുക്കണം? വി ഹാവ് ടു മെയിൻറ്റെയിൻ ദിസ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഓഫ് 4 ബാർ മെക്കാനിസം. അതാണ് ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം, ഡയറക്ഷനും കണ്ടുപിടിക്കണം. ഫൈനലി ലിങ്ക് 2 നമ്മൾ വരച്ചു. ലിങ്ക് 2ൻ്റെ ഒരു എൻഡ് പോയിൻ്റ് എ, അടുത്തത് ബി. ഇവിടെ വരുന്ന ഫോഴ്സസ് ഏതൊക്കെ ഫോഴ്സസാണ് വരുന്നത്? 2-ൽ F32, F12 ആൻഡ് ഇൻപുട്ട് ടോർക്ക് T. ഓക്കെ, ഇവിടെ വരുന്ന ഇൻപുട്ട് ടോർക്ക് T. അതിൻ്റെ ഡയറക്ഷനും അറിഞ്ഞുകൂടാ, മാഗ്നിറ്റ്യൂഡും അറിഞ്ഞുകൂടാ. അറിയാവുന്ന എന്താണ്? അവിടെ വരുന്ന ലൈൻ ഓഫ് ആക്ഷൻ F32 3 എന്ന് പറഞ്ഞ ലിങ്ക് 2-ൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ അറിയാം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അറിയാം. F23. ഓക്കെ, F23യുടെ മാഗ്നിറ്റ്യൂഡ് അറിയാം 48 ന്യൂട്ടൺ. സോ ലൈൻ ഓഫ് ആക്ഷനും അറിയാം. ലൈൻ ഓഫ് ആക്ഷൻ ഇവിടെ അറിയാം. സോ Z2 3 എന്ന് പറയുന്ന ലിങ്കിന് പാരലാക്കി വെക്കുക. സ്കെയിൽ പ്ലേസ് ചെയ്യാം. ദെൻ Z2 മൂവ് ചെയ്യാം. ആണ് ലൈൻ ഓഫ് ആക്ഷൻ. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F32. F32 അതിൻ്റെ ഡയറക്ഷൻ ഇതാണ്. കാരണം F23യുടെ ഡയറക്ഷൻ എന്താണ്? ടുവേഡ്സ് റൈറ്റ്. സോ F32 ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും. സോ എന്താണ്? T അറിയാം, F അറിയാം. സോ ടോർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 2 ഈക്വൽ ഫോഴ്സ് വരും, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. F32ൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും F1 എന്ന് പറയുന്ന ലിങ്ക് 2-ൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് F12. രണ്ടും സെയിം മാഗ്നിറ്റ്യൂഡാണ്, ദേ ആർ പാരലൽ ടു ഈച്ച് അതർ ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ഓക്കെ, ഇതിന് തന്നെ പാരലൽ വരച്ചാൽ മതി. പാരലൽ വരച്ചാൽ മതി. സോ ഇത് റൈറ്റ് സൈഡിലേക്കായിരിക്കും F12. സോ ടോർക്ക് എന്ന് പറയുന്നത് എനി വൺ ഓഫ് ദിസ് ഫോഴ്സസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ F32 ആൻഡ് F12. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സോ ഈ H എന്ന് പറയുന്നത് സ്കെയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 4 സെൻറ്റിമീറ്റർ ഇൻറ്റു 100. ഓക്കെ, 1 സെൻറ്റിമീറ്ററിനെ 100 mm ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. സോ 4 ഇൻറ്റു 100 400 mm ആണ്. സോ ടോർക്ക് എന്ന് പറയുന്നത് T is equal to any one of this force F32 or F12 into H
F32 ഈസ് F32 ഓൾറെഡി കിട്ടി. F2348 ആണ്. സോ F32 -48 ആയിരിക്കും. സോ -48 ഇൻറ്റു ഡിസ്റ്റൻസ് 400. ഓക്കെ, അത് കണ്ടുപിടിക്കുക. -48 ഇൻറ്റു 400 -19200 ന്യൂട്ടൺ mm. സോ എമ്മിനെ മീറ്റർ ആകും -19.2 ന്യൂട്ടൺ മീറ്റർ. സോ ഇതാണ് ടോർക്ക് വരുന്നത്. ഇത്രയും ടോർക്ക് വരും ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് F എന്ന് പറയുന്ന 80 ന്യൂട്ടൺ എക്സ്റ്റേണൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കാരണം ഈ ഒരു ലിങ്ക് 2-ൽ -19.2 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് വരും. സോ ആ ഒരു -19.2 ന്യൂട്ടൺ മീറ്ററിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാക്കാൻ വേണ്ടി -19.2 മൈനസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ഒരു ക്ലോക്ക് വൈസ് ടോർക്ക് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസിന് വരും. ക്ലോക്ക് വൈസ് ആയിട്ടൊരു ടോർക്ക് കൊടുത്താൽ ഈ ഒരു 4 ബാർ മെക്കാനിസം സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആവും. സോ ഈ ഡയറക്ഷൻ നമുക്ക് കിട്ടി. ടി എന്ന് പറയുന്ന എക്സ്റ്റേണൽ ടോർക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 19.2 ന്യൂട്ടൺ മീറ്റർ ആയിരിക്കണം. സോ ദിസ് ഈസ് അവർ ദ ആൻസർ. ഇൻപുട്ട് ടോർക്ക് ടി എന്ന് പറയുന്നത് 19.2 ന്യൂട്ടൺ മീറ്റർ ആണ്. ഓക്കെ.